നമ്മുടെ ഇമേജ് കാര്യത്തിൽ ഈ അറിവില്ലായ്മയല്ല, നമ്മളും ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ അങ്ങനെയുണ്ട്. ഞാനൊരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് പോയപ്പം ഞാൻ 10-20 വർഷം ഏതാണ്ട് 3000 സ്റ്റേജും 3000 എപ്പിസോഡ് ടെലിവിഷനിലും ചെയ്തിട്ട് മേടിച്ച ബെൻസുമായിട്ട് പോയപ്പം എന്നോട് പറഞ്ഞു, ബെൻസ് ഇവിടെ മാറ്റിയിട്ടിട്ട് ഈ വണ്ടിയിലോട്ട് കയറ്, ബെൻസുമായിട്ട് പ്രചരണത്തിന് പോയാൽ വോട്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ചിന്തയായിട്ട് എനിക്ക് തോന്നി. ഷാരൂഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് എ സിൻ ടു ഏൺ മണി. അതെ, അപ്പോൾ ഇത് ഞാൻ ഒരിടത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ചില സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെ ചില ആളുകളുടെ ഒരു മെറിറ്റ് ആയിട്ട് പറയുന്നത് കേൾക്കാം, പാവങ്ങളിൽ പാവമായ പാവങ്ങളുടെ പ്രശ്നം അറിയാവുന്ന പാവങ്ങളിൽ പാവപ്പെട്ട പഞ്ചപാവമായ ഇന്നയാളെ വിജയിപ്പിക്കൂ എന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ പാവങ്ങളുടെ പ്രശ്നം എന്താണ്? പൈസ ഇല്ല, അതാണ് പ്രാഥമികമായ പ്രശ്നം. അപ്പം നമ്മൾ പൈസ ഉണ്ടാക്കാൻ അറിയുന്ന ഒരുത്തന്നെ വേണമല്ലോ ജയിപ്പിക്കാൻ. ആണോ? എനിക്കൊരു സംശയമുള്ള പോലെ തോന്നുന്നുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. വേണ്ടേ? പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രജുഡിയസ് ആയ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് വെച്ചിട്ട് ഇവൻ പ്രശ്നക്കാരനാണ്, ഇങ്ങനെ ഒരാളെ നമ്മൾ ജയിപ്പിക്കരുതെന്നുള്ള ഒരു ഇമേജ് നമ്മുടെ എവിടെയോ എഴുതപ്പെട്ടു. അതുകൊണ്ട് ഇത് വളരെ കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഈ കാര്യം, അല്ലേ? നമ്മളിപ്പം ഞാൻ ഇതായിട്ട് വരും. ഇപ്പം നമ്മുടെ ചാലക്കുടിയിലുണ്ടായിരുന്ന രവീന്ദ്രനാഥ് മാഷ് നല്ല മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, അദ്ദേഹം ഇപ്പോഴും സാധാരണ ഫോണാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, പക്ഷെ അതൊരു മെറിറ്റല്ല. അത് ഏത് പാർട്ടിയിലുള്ള ആളാണ്, നമുക്ക് പെട്ടെന്നൊരു കാര്യം പറയാൻ, ഒരു മെയിൽ അയക്കാൻ, വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഈ വിനയം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്.